صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. إنني أنا الله لا إله إلا أنا فاعبدني وأقم الصلاة لذكري. സമാദരണീയരായ സത്യവിശ്വാസികൾ, സർവ്വലോകരക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു ഇഷ്ടപ്പെടും വിധത്തിൽ ജീവിതം ക്രമീകരിക്കുന്ന യഥാർത്ഥ മുത്തക്കികളിൽ, മുഅ്മിനുകളിൽ നാഥൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ ബാങ്കിൻ്റെ ചരിത്രത്തെയും അതിൻ്റെ മഹത്വത്തെയും കുറിച്ചും ബാങ്ക് വിളിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ചും ബാങ്കിന് ജവാബ് നൽകുകയും അതിന് ശേഷമുള്ള പ്രാർത്ഥന നിർവഹിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ലഭിക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പ്രതിഫലത്തെക്കുറിച്ചുമാണ് സൂചിപ്പിച്ചത്. ഒപ്പം നാം കേൾക്കുന്ന ബാങ്കിൻ്റെ വരികളുടെ അർത്ഥവും ആശയവും അത് നമ്മോട് പറയുന്നത് എന്ത് എന്നുകൂടി നാം സൂചിപ്പിക്കുകയുണ്ടായി. മറ്റൊരു പ്രധാന കാര്യം സൂചിപ്പിച്ചത് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു നൽകിയ ഉപദേശമാണ്. അതിൽ തൊലബുൽ ഇൽമിൻ്റെ, വിജ്ഞാനം സമ്പാദിക്കേണ്ടതിൻ്റെ, എന്നും ഒരു മുതഅല്ലിമായി, പഠിതാവായി ഇരിക്കേണ്ടുന്നതിൻ്റെ, അല്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാവുന്ന അപകടത്തിൻ്റെ വ്യാപ്തിയെ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴും, ഏതൊരു കാര്യം ചെയ്യാനൊരുങ്ങുമ്പോഴും അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, തൊലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. തൊലബുൽ ഇൽമ് എന്നത് വിജ്ഞാനം അന്വേഷിക്കുക എന്നുള്ളതും വിജ്ഞാനം സമ്പാദിക്കുക എന്നുള്ളതും ഫരീള അതൊരു നിർബന്ധ ബാധ്യതയാണ്. അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ, എല്ലാ മുസ്ലിമിനും
എല്ലാ മുസ്ലിമായ സ്ത്രീക്കും പുരുഷനും വിജ്ഞാനം അന്വേഷിക്കലും അത് കരഗതമാക്കലും നിർബന്ധ ബാധ്യതയായി കൊണ്ടാണ് മതം പഠിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ നേടിയെടുക്കേണ്ടുന്ന അറിവുകളെ 2 തരമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൽ ഒന്ന് സന്ദർഭോചിതമായി അവൻ പഠിച്ചു മനസ്സിലാക്കേണ്ടുന്നതും ജീവിതത്തിൽ പ്രായോഗികവൽക്കരിക്കേണ്ടതുമാണ്. ഉദാഹരണമായി പറഞ്ഞാൽ, ഒരു കച്ചവടക്കാരനായ മനുഷ്യൻ കച്ചവടത്തിൽ ഇസ്ലാമിൻ്റെ നിയമം എന്ത് എന്ന്, അവിടെ പാലിക്കേണ്ടുന്ന മര്യാദകൾ എന്ത് എന്ന്, എന്താണോ വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചത് അത് പഠിച്ച് കച്ചവടത്തെ സമീപിക്കുക എന്നുള്ളത് അവനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. എന്നാൽ എല്ലാ ആളുകളും അതിനെക്കുറിച്ച് പഠിക്കണോ? അതിൻ്റെ ആവശ്യമില്ല. വിവാഹിതരാകാൻ പോകുന്ന ആളുകൾ വിവാഹത്തെ സംബന്ധിച്ച കൃത്യമായ അറിവോടുകൂടി വേണം അവർ വിവാഹത്തെ സമീപിക്കാൻ. ഭാര്യയോടുള്ള കടമകൾ, ഭർത്താവിനോടുള്ള കടമകൾ, സമൂഹത്തിനോട് ഇവർക്ക് 2 പേർക്കുമുള്ള കടമകൾ, ഇങ്ങനെ കുടുംബത്തിനോട്, ഇങ്ങനെ എന്തൊക്കെയാണോ അതിൽ നിന്ന് ഇസ്ലാം പഠിക്കുകയും പഠിപ്പിക്കുകയും ജീവിതത്തിൽ പാലിക്കുകയും ചെയ്യണം എന്ന് നമ്മളോട് പറയുന്നത്, അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ആ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലാൻ. എന്നാൽ രണ്ടാമത്തത്, മുസ്ലിമായ ഒരു മനുഷ്യൻ, എല്ലാ മുസ്ലിമും നിർബന്ധമായും പഠിച്ചിരിക്കേണ്ടുന്ന ഇൽമാണ്. എല്ലാവരും പഠിക്കണം, അതിനൊരു സന്ദർഭം ഒന്നുമില്ല, എല്ലാ ആളുകളും പഠിച്ചിരിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ട അറിവ് എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലയെ കുറിച്ചുള്ള അറിവാണ്. അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന നമ്മുടെ വിശ്വാസത്തിൻ്റെ ബേസ്, അടിത്തറ, അത് പഠിക്കുക എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. അതല്ല എങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ, വ്യക്തത പ്രമാണബദ്ധമായി നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ സുബദ്ധങ്ങൾക്ക് പകരമായി അബദ്ധങ്ങൾ വിശ്വാസത്തിൽ വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ വിശ്വാസത്തിൽ ആ വിശ്വാസത്തെ അടിസ്ഥാനമായി നിലകൊള്ളുന്ന കർമ്മങ്ങളിൽ പുഴുക്കുത്തുകൾ ഉണ്ടാവാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു പോകാനും പരലോകം നാശത്തിലാകാനുമുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന് ഈമാൻ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവാണ്. അതിനെക്കുറിച്ചും കൃത്യമായ ഒരു ധാരണ എല്ലാ മുസ്ലിമുകൾക്കും ഉണ്ടാവണം. മൂന്നാമത്തേത്, ആ വിശ്വാസത്തെ അടിസ്ഥാനമാക്കി അവൻ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടുന്ന കർമ്മങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അറിവ്. അത് എല്ലാ മുസ്ലിമുകൾക്കും നേടിയെടുക്കേണ്ടുന്ന നിർബന്ധ ബാധ്യതയിൽപ്പെട്ടതാണ്. അതിൽ പ്രധാനമാണ് നമസ്കാരത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ്. നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന നമസ്കാരത്തെക്കുറിച്ച് കൃത്യമായ അറിവും ധാരണയും പ്രമാണബദ്ധമായി നേടിയെടുക്കാൻ വിശ്വാസികൾക്ക് കഴിയേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ നമസ്കാരത്തെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നാം നേരിടുന്ന വലിയൊരു പ്രയാസമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ നാട്ടിൽ നമുക്ക് ചുറ്റുപാടുമുള്ള ആളുകൾ പല രൂപത്തിലാണ് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. പല രൂപത്തിലുള്ള നമസ്കാരമാണ് പലരുടെയും. പല മദ്ഹബുകളും പല രൂപത്തിലുള്ള നമസ്കാരമാണ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏതിനെയാണ് പിന്തുടരേണ്ടത്? ഏതനുസരിച്ചുള്ള ഒരു നമസ്കാരമാണ് എൻ്റെ ജീവിതത്തിൽ ക്രമീകരിക്കേണ്ടുന്നത്? ഇങ്ങനെയൊരു ആശങ്ക സമൂഹത്തെ വീക്ഷിക്കുമ്പോൾ, അല്ലെങ്കിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ വീക്ഷിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവാനുള്ള ഇടയുണ്ട്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ജാമിഉ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നമസ്കാരം പഠിക്കുമ്പോൾ എന്ത് സമീപനം എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നമസ്കരിച്ചതായി നിങ്ങൾ കണ്ടുവോ അതുപോലെ നിങ്ങൾ നമസ്കരിക്കണം. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ നമസ്കരിച്ചത് അതാണ് നമസ്കാരത്തിൽ നാം പഠിക്കേണ്ടുന്ന മാർഗം എന്ന് പറയുന്നത്. അത് വളരെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നതാണ്. അതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടുന്ന ഒരു കാര്യം, മദ്ഹബുകളുടെ ഇമാമുമാരായ ആളുകൾ അവർ
ഈ മേഖലയിൽ നൽകിയിട്ടുള്ള സംഭാവന എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഒരിക്കലും നമുക്ക് നിരസിക്കാൻ കഴിയാത്ത കഴിവാണ് അവർ നേടിയെടുക്കുകയും അത് ജനങ്ങൾക്ക് വേണ്ടി നൽകുകയും ചെയ്തിട്ടുള്ളത്. എന്നാൽ ആ മദ്ഹബുകളെക്കുറിച്ച് കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാതെ, അതിനെ വിശാലമായ അർത്ഥത്തിൽ മനസ്സിലാക്കാതെ, അതിനെ പുറംമോടിയിൽ മാത്രം മനസ്സിലാക്കി താങ്കൾ മനസ്സിലാക്കിയത് മാത്രമാണ് ശരി എന്ന് ധരിച്ചിരിക്കുന്നവരിൽ മാത്രമാണ് ചില പ്രയാസങ്ങൾ നമ്മൾ കണ്ടുവരുന്നത്. ഇത് പറയാനുള്ള കാരണം, എല്ലാ മദ്ഹബിൻ്റെയും ഇമാമുമാരുടെ പ്രസ്താവനകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ബോധ്യമാവും. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞ ഒരു വർത്തമാനം ഇങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട്: ലാ യഹില്ലു ലി അഹദിൻ അൻ യഖുദ ബിഖൗലിനാ മാ ലം യഅലം മിൻ ഐന അഖദ്നാഹു. നിങ്ങൾക്ക് അനുവദനീയമല്ല എൻ്റെ ഒരു കൗല്, എൻ്റെ ഒരു വർത്തമാനം, എൻ്റെ ഒരു ഹുക്കുമ്, എൻ്റെ ഒരു ഫത്വ, അത് നിങ്ങൾ സ്വീകരിക്കൽ നിങ്ങൾക്ക് അനുവദനീയമല്ല. എങ്ങനെയല്ലാതെ? മാ ലം യഅലം മിൻ ഐന അഖദ്നാഹു, ഞാൻ അത് എവിടെ നിന്നാണ് എടുത്തത് എന്ന് മനസ്സിലാക്കാതെ നിങ്ങൾ എൻ്റെ കൗല് എടുക്കരുത്. എന്ന് പറഞ്ഞാൽ, ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറയണം, ഞാൻ നിങ്ങളോട് ഇസ്ലാമിൻ്റെ ഒരു കാര്യം, നമസ്കാരത്തിൻ്റെ രൂപത്തെക്കുറിച്ച്, പ്രാർത്ഥനകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, ഞാൻ അതിന് പ്രമാണമായി സ്വീകരിച്ചിരിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏത് ഹദീസാണ് എന്ന് അന്വേഷിക്കാതെ, അത് ബോധ്യപ്പെടാതെ നിങ്ങളത് സ്വീകരിക്കുന്നത് അനുവദനീയമല്ല എന്നാണ്. തുടർന്ന് അദ്ദേഹം പറയുന്നത്, ഇദാ ഖുൽതു ഖൗലൻ യുഖാലിഫു കിതാബല്ലാഹി തആല, ഇനി ഞാനെങ്ങാനും അള്ളാഹുവിൻ്റെ കിതാബിന് വിപരീതമായി എതിരായി നിൽക്കുന്ന ഒരു വർത്തമാനം പറഞ്ഞാൽ, വഖബറർ റസൂൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വൃത്താന്തത്തിന്, പ്രവാചകന്റെ വർത്തമാനങ്ങൾക്ക്, സ്വഹീഹായ ഹദീസുകൾക്ക് വിരുദ്ധമായ ഒരു വർത്തമാനം എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ ഫത്റുഖു ഖൗലി, നിങ്ങൾ എൻ്റെ വാക്കിനെ ഒഴിവാക്കണം. എന്നിട്ട് അള്ളാഹുവിൻ്റെ കിതാബിൽ എന്തു പറഞ്ഞോ അത് സ്വീകരിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു പറഞ്ഞോ, എങ്ങനെ കാണിച്ചോ അത് നിങ്ങൾ സ്വീകരിക്കണം. ഇത് നമ്മൾ പറയുമ്പോൾ പലരും പറയുന്ന ഒരു മറുവാദം എന്ന് പറയുന്നത്, അവരുടെയൊക്കെ ഇൽമിനെ നമുക്ക് അളക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. മാത്രമല്ല, അവരൊക്കെ അവരുടെ ഒരു വിനയത്തിൻ്റെ ഭാഗമായി പറഞ്ഞ വർത്തമാനമായിരിക്കും ഇത്. അതുകൊണ്ട് നമ്മൾ അതിനെ പിന്തുടരുക, തക്ലീദ് ചെയ്യുക എന്നതാണ് നമ്മുടെ ബാധ്യത. നമ്മൾ അത്ര അറിവില്ലാത്തവരാണല്ലോ എന്നായിരിക്കും ഒരുപക്ഷെ പറയും. ഇത് അവരുടെ വിനയത്തിൻ്റെ ഭാഗമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് അവരുടെ വിനയത്തിൻ്റെ ഭാഗമാണ്. ഇൽമു കൂടുന്ന ആളുകൾക്ക്, അറിവ് കൂടുന്ന ആളുകൾക്ക് ഉണ്ടാകുന്നതാണ് വിനയം എന്ന് പറയുന്നത്. തങ്ങൾക്ക് തെറ്റുപറ്റാനുള്ള സാധ്യതയുണ്ട്, അതിൽ നിന്ന് അള്ളാഹുവിൻ്റെ അടുക്കൽ രക്ഷപ്പെടണം എന്നുള്ളത് ഇൽമു കൂടുന്ന ആളുകൾക്കാണ് ഉണ്ടാവുക. അതുകൊണ്ട് അവരുടെ വിനയത്തിൻ്റെ ഭാഗം ആണിത്. പക്ഷേ ഇതവരുടെ വിനയത്തിൻ്റെ ഭാഗം മാത്രമല്ല, ഇതവരുടെ നിലപാട് കൂടിയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിനയം മാത്രമല്ല, വിനയമാണ് ഉറപ്പ്. അതുകൊണ്ടാണ് ഏതൊരു മുഫസ്സിറും ഏതൊരു ആയത്തിനെ കുറിച്ചും വിശദീകരിച്ചതിന് ശേഷം നിങ്ങൾ അവസാനം ഒന്ന് നോക്കിയാൽ കാണാം അല്ലാഹു ആലം എന്ന് പറഞ്ഞിട്ടുണ്ടോ. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, എല്ലാം അറിയുന്നവൻ റബ്ബാണ്, എൻ്റെ പരിമിതമായ അറിവിൽപ്പെട്ടത് മാത്രമാണ് ഞാൻ മേലെ വിശദീകരിച്ചിരിക്കുന്നത് എന്ന് നമ്മെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഇത് കേവല വിനയം മാത്രമല്ല, അവരുടെ നിലപാട് കൂടിയായിരുന്നു എന്ന് നമുക്ക് ബോധ്യമാകും. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ഇബ്നു വഹബ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതായി കാണാം. ഒരിക്കൽ ഇമാം മാലിക്കിൻ്റെ അടുക്കൽ കുറേ ആളുകൾ ഒരു സംശയവുമായി അദ്ദേഹത്തെ സമീപിച്ചു. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കലേക്ക് കുറച്ച് ആളുകൾ ഒരു സംശയവുമായി വന്നു. അവരുടെ സംശയം ഇതാണ്: വുളുവിൻ്റെ സമയത്ത് കാൽ കഴുകുമ്പോൾ കാൽ വിരലുകളുടെ ഇടയിൽ കൃത്യമായി വിരൽ കയറ്റി കഴുകേണ്ടതുണ്ടോ, ശുദ്ധിയാക്കേണ്ടതുണ്ടോ എന്നതായിരുന്നു അദ്ദേഹത്തിനോട് ചോദിച്ച ചോദ്യം. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അതിന് മറുപടി പറഞ്ഞത്, ലൈസ ദാലിക അലന്നാസ്, ജനങ്ങൾ അങ്ങനെ ചെയ്യണമെന്നില്ല, ജനങ്ങൾ അങ്ങനെ കൃത്യമായി വിരലിൻ്റെ ഇടയിൽ, കാൽ വിരലിൻ്റെ ഇടയിൽ വൃത്തിയാക്കേണ്ടതില്ല എന്നാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അവർക്ക് ഫത്വ നൽകിയത്. ജനങ്ങൾ പോകുന്നത് വരെ ഞാൻ അദ്ദേഹത്തെ കാത്തുനിന്നു. ഇത് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള ഇബ്നു വഹബാണ്. ആ പോയതിന് ശേഷം ഞാൻ മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു,
എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വുളൂ ചെയ്യുന്ന സമയത്ത് കാൽവിരലുകൾക്കിടയിൽ കൃത്യമായി കഴുകണം എന്ന വിഷയത്തിൽ എൻ്റെ അടുക്കൽ ചില ഹദീസുകളുണ്ട്. അദ്ദേഹം അത് നോക്കുകയും അത് അംഗീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം തിരുത്തുകയും തിരുത്താൻ തൻ്റെ അനുചരന്മാരോട് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാണ്. അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? വിനയം മാത്രമല്ലത്, അതവരുടെ നിലപാടിൻ്റെ ഭാഗം കൂടിയാണ് എന്ന് നമുക്ക് കൃത്യമായി തിരിച്ചറിയാം. രണ്ട് മദ്ഹബിൻ്റെ ഇമാമുകളെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ നാട്ടിലെ പ്രമുഖ മദ്ഹബ്, ഏറ്റവും കൂടുതൽ ആളുകൾ അനുയായികളുള്ള മദ്ഹബ് എന്ന് പറയുന്നത് ഷാഫി മദ്ഹബാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ കാര്യം, ഇദാ സഹൽ ഹദീസ് ഫഹുവ മദ്ഹബി. ഇദാ സഹൽ ഹദീസ്, ഒരു ഹദീസ് സ്വഹീഹായി വന്നാൽ, ശരിയായി വന്നാൽ, എൻ്റെ അഭിപ്രായങ്ങൾക്ക് മേൽ ഞാൻ നൽകിയ വിധിക്കുമപ്പുറം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് സ്വഹീഹായി നിങ്ങളുടെ അടുക്കൽ വന്നാൽ ഫഹുവ മദ്ഹബി, അതാണ് എൻ്റെ മദ്ഹബ്, നിങ്ങൾ അതാണ് സ്വീകരിക്കേണ്ടത്. പിന്നെയും എൻ്റെ വർത്തമാനത്തിൽ തൂങ്ങി നിങ്ങളതിനെ പിന്തുടരാൻ പാടില്ല, എന്നെ തക്ലീദ് ചെയ്യാൻ പാടില്ല. ഇമാം ഷാഫിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി. നമുക്കറിയാം, രണ്ടാം ഷാഫി എന്ന് അറിയപ്പെടുന്ന ആളാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി. അങ്ങനെയുള്ള ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, ഈ ഒട്ടകത്തിൻ്റെ ഇറച്ചി ഭക്ഷിച്ചു കഴിഞ്ഞാൽ വുളൂ മുറിയുന്നതുമായി ബന്ധപ്പെട്ട സംശയം ചോദിക്കുന്നുണ്ട്. ഷാഫി മദ്ഹബിൽ ഒട്ടകത്തിൻ്റെ ഇറച്ചി ഭക്ഷിച്ചു കഴിഞ്ഞാൽ വുളൂ മുറിയില്ല എന്നാണ് ആ മദ്ഹബിലെ ഹുക്കും. എന്നാൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, എൻ്റെ അടുക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹീഹായി വന്ന 2 ഹദീസുകൾ ലഭിച്ചിട്ടുണ്ട് വുളൂ മുറിയും എന്ന്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം വുളൂ മുറിയും എന്ന് തന്നെയാണ്. അപ്പോൾ ആ മദ്ഹബിനെ പിന്തുടർന്നു വന്ന, പിന്നീട് ആ മദ്ഹബിൽ പ്രശസ്തരായ പണ്ഡിതന്മാരെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? അവരുടെ മുൻപുള്ള ഇമാമുമാരുടെ കൗലുകളെ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ, സ്വഹീഹായ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ തിരുത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. 4ാമത്തെ മദ്ഹബ് ഹംബലി മദ്ഹബാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതായി കാണാം, നിങ്ങൾ എന്നെ തക്ലീദ് ചെയ്യരുത്, നിങ്ങൾ എന്നെ അന്ധമായി അനുകരിക്കരുത്. തക്ലീദ് എന്ന് പറഞ്ഞാൽ അതാണ്, നിങ്ങൾ എന്നെ അന്ധമായി അനുകരിക്കരുത്. അതോടൊപ്പം തന്നെ ഇമാം മാലിക്കിനെയോ ഇമാം ഷാഫിയെയോ ഇമാം ഔസായിയെയോ ഇമാം സൗരിയെയോ നിങ്ങൾ തക്ലീദ് ചെയ്യരുത്. അവരെയൊന്നും നിങ്ങൾ അന്ധമായി അനുകരിക്കരുത്. അവർ എവിടെ നിന്നെടുത്തുവോ അവിടെ നിന്ന് തന്നെ നിങ്ങളും എടുക്കുക. എവിടെ നിന്നാണോ അവർ ഒരു കാര്യത്തിന് ദലീലെടുത്തത്, തെളിവെടുത്തത്, ആ തെളിവ് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ അതിനെ സമീപിക്കാൻ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, നമ്മളൊരു നമസ്കാരത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമസ്കാരത്തെക്കുറിച്ച് പഠിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ, ഏത് സമീപനം സ്വീകരിക്കണം എന്നതിനെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. മദ്ഹബിൻ്റെ ഇമാമുമാർ തന്നെ പറയുന്ന അഭിപ്രായം, സ്വഹീഹായ ഹദീസ് നമുക്ക് വന്നു കിട്ടിയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുകയും ചെയ്യേണ്ടത്. ഇനി നമ്മൾ നമസ്കാരത്തെക്കുറിച്ചുള്ള പഠനത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ഇതുവരെയും അതിൻ്റെ ആമുഖമായ കാര്യങ്ങളെക്കുറിച്ചാണ് നാളിതുവരെയുമുള്ള ഖുതുബകളിൽ നമ്മൾ സൂചിപ്പിച്ചത്. ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന കാര്യങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട്. ഇതെല്ലാം ഒരു ഖുതുബയിൽ പറയുന്നതിന് ചില പരിമിതികളുണ്ട്. കാരണം ഒരു പഠന ക്ലാസ്സിൽ വന്നിരുന്ന് കൃത്യമായി നോട്ട് എഴുതി മനഃപ്പാഠമാക്കി പഠിച്ചു പോകേണ്ടുന്ന കാര്യങ്ങളാണ് ഇനി അങ്ങോട്ട് നമുക്ക് പറയാനുള്ളത്. പക്ഷേ നമ്മുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഒരു പഠന ക്ലാസ് എവിടെയുള്ളത്? ഇത്രയും അറ്റൻറ്റീവായിട്ട്, ഇത്രയും വുളൂ ചെയ്ത് പഠിക്കണം, കേൾക്കണം എന്ന മനസ്സോടു കൂടിയിരിക്കുന്ന ഒരു സദസ്സ് ഇതല്ലാതെ വേറെ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ജുമാ ഖുതുബയെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇതൊക്കെ പഠിപ്പിച്ചത് ഖുതുബയിലൂടെ തന്നെയാണ്. അതുകൊണ്ടാണ് ഇതിനെ ഈ രൂപത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത്, പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, എഴുതി പഠിച്ച് പോകേണ്ട കാര്യങ്ങളാണ്. അതിന് ഖുതുബയിൽ പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് സാധ്യമാകില്ല എന്നുള്ളത് കൊണ്ട് വളരെ പ്രധാനമായി നമ്മൾ നമസ്കാരവുമായി മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങൾ ഒരു നോട്ടായി എഴുതി അതിൻ്റെ പ്രിൻ്റ് നിങ്ങൾക്ക് നമസ്കാരം കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഇവിടുന്ന് തരുന്നുണ്ട്. അതൊരു ഫയലിലാക്കിയിട്ടാണ് തരുന്നത്. ആ ഫയൽ നിങ്ങൾ സൂക്ഷിക്കുകയും ഇനി അങ്ങോട്ട്
നമ്മൾ നമസ്കാരത്തിൻ്റെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അതിൻ്റെ നോട്ടുകൾ ഇൻഷാ അല്ലാഹ് സാധ്യമാകുമെങ്കിൽ അള്ളാഹു തൗഫീക്ക് ചെയ്താൽ നമ്മളതുപോലെ തന്നെ വിതരണം ചെയ്യും. അതുകൂടി വെച്ച് നിങ്ങളതിനെ പഠിക്കാൻ ശ്രമിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ നമസ്കാരത്തിനെ കൃത്യമായി പഠിക്കണമെങ്കിൽ അതിലെ കർമ്മങ്ങളെ 4ആയി നമുക്ക് തിരിക്കാൻ കഴിയും. ഇത് നമസ്കാരത്തിൻ്റെ അടിസ്ഥാനപരമായ വിവരമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമസ്കാരവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ സംശയങ്ങളും ഇത് പഠിക്കുന്നതോടുകൂടി നമുക്ക് ബോധ്യമാകും. അതിൽ ഒന്ന് നമസ്കാരത്തിലെ ഷർത്തുകളാണ്, രണ്ടാമത്തത് നമസ്കാരത്തിൻ്റെ റുക്കുനുകളാണ്, 3 നമസ്കാരത്തിലെ വാജിബുകളാണ്, 4 സുന്നത്തുകളാണ്. ഇതെല്ലാം എന്ത് എന്നാണ് നമ്മൾ വിശദീകരിക്കുന്നത് ഇൻഷാ അല്ലാഹ്. ഷർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്? ഷർത്ത് എന്ന് പറയുന്ന അറബി വാചകത്തിൻ്റെ വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നിബന്ധന എന്നാണ്. അപ്പം നമസ്കാരം ശരിയാകാനുള്ള നിബന്ധനകളാണ്, അല്ലെങ്കിൽ നമസ്കാരത്തിനുള്ള നിബന്ധനകളാണ് ഷർത്തുകളായിക്കൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് 5 കാര്യങ്ങളാണ്. ഒന്ന്, ഷർത്തുകൾ എപ്പോഴും നമസ്കാരത്തിന് പുറത്തായിരിക്കും. നമസ്കാരത്തിനുള്ളിലുള്ള കാര്യങ്ങളല്ല, നമസ്കാരത്തിന് പുറമേ ഉള്ള കാര്യങ്ങളായിരിക്കും ഷർത്തുകൾ. ഒരു ഉദാഹരണം പറഞ്ഞാൽ വുളു നമസ്കാരത്തിൻ്റെ ഷർത്തിൽപ്പെട്ടതാണ്. ആ വുളു നമസ്കാരത്തിൻ്റെ ഉള്ളിലുള്ളതല്ല, പക്ഷേ ആ വുളു ചെയ്താലേ എന്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ? നമസ്കാരത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് വുളു എന്ന് പറയുന്നത് നമസ്കാരത്തിൻ്റെ ഷർത്തിൽപ്പെട്ടതാണ്. ആ ഷർത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, നമസ്കാരത്തിലെ ഒരു ഷർത്ത് ബോധപൂർവം ഒഴിവുകഴിവുകളില്ലാതെ ഒരു മനുഷ്യൻ ഉപേക്ഷിച്ചാൽ, ഏതെങ്കിലും ഒരു ഷർത്ത് ബോധപൂർവം ഒഴിവുകഴിവുകളില്ലാതെ ഒരു മനുഷ്യൻ ഉപേക്ഷിക്കുകയാണ് എങ്കിൽ നമസ്കാരം ബാത്തിലായി പോകും. വുളു തന്നെ നമുക്കൊരു ഉദാഹരണമായിട്ട് എടുക്കാം. ഒരു മനുഷ്യൻ വുളു എടുക്കണ്ട എന്ന് തീരുമാനിച്ചു, എന്നാൽ അവന് ഒഴിവുകഴിവുണ്ട്. എപ്പോഴാണ്? അവൻ രോഗിയായിരിക്കുന്ന സമയത്ത്, വെള്ളം ഉപയോഗിക്കാൻ സാധ്യമല്ലാത്ത സമയത്ത്, വെള്ളം ലഭ്യമാകാത്ത സമയത്ത്, വെള്ളം ലഭ്യമായിരിക്കെ തന്നെ ആരോഗ്യപരമായി അവൻ മരണത്തെ ഭയപ്പെടുന്ന സാഹചര്യമുണ്ട് എങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ അവൻ എന്ത് ചെയ്യാം? തയമ്മും ചെയ്തുകൊണ്ട്, വുളു ചെയ്യാതെ പകരമായി തയമ്മും ചെയ്ത് നമസ്കരിക്കാം. എന്നാൽ ഒരു കാരണവുമില്ലാതെ, ഈ ഒരു ഒഴിവുകഴിവുമില്ലാതെ ഒരു മനുഷ്യൻ വുളു ചെയ്യാതെ നമസ്കരിക്കുകയാണ് എങ്കിൽ അവൻ്റെ നമസ്കാരം ബാത്തിലായി പോകും. ഇനി ഷർത്തുകളിൽ ഏതെങ്കിലും ഒന്ന് മറന്നുപോയാൽ, ഏതെങ്കിലും ഒരു ഷർത്ത് മറന്നു പോവുകയാണ് എങ്കിൽ അത് പിന്നീട് ഓർമ്മ വന്നാൽ നമസ്കാരം മടക്കണം. നമസ്കാരം വുളു ചെയ്യാതെയാണ് നമസ്കരിച്ചത് എന്ന് വിചാരിക്കുക. പിന്നീടാണ് ഓർമ്മ വന്നത്, പടച്ചവനെ വുളു ചെയ്യാതെയാണല്ലോ ഞാൻ നമസ്കരിച്ചത്. അങ്ങനെയാണ് എങ്കിൽ ആ നമസ്കാരം സ്വീകാര്യമല്ല. അവൻ തിരിച്ചു പോവുകയും വുളു ചെയ്തതിന് ശേഷം വന്ന് നമസ്കരിക്കുകയും വേണം എന്നുള്ളതാണ്. അതിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്നൊഴികെ, അത് നജസ് നീക്കം ചെയ്യുന്ന കാര്യമാണ്. നജസ് നീക്കം ചെയ്യുന്ന കാര്യം, ഇപ്പോൾ ഒരു മനുഷ്യൻ അവൻ 3 കാര്യങ്ങളിലാണ് നജസ് ഒഴിവാക്കേണ്ടുന്നത്. ഒന്ന്, അവൻ്റെ ശരീരത്തിൽ നജസ് ഉണ്ടാവാൻ പാടില്ല. രണ്ടാമത്തത്, അവൻ്റെ വസ്ത്രത്തിൽ നജസ് ഉണ്ടാവരുത്. 3, അവൻ നിന്ന് നമസ്കരിക്കുന്ന സ്ഥലത്ത് നജസ് ഉണ്ടാവാൻ പാടില്ല. ആ നജസിനെ നീക്കിയതിന് ശേഷം വേണം അവൻ നമസ്കരിക്കാൻ. എന്നാൽ ഒരാൾ മറന്നുകൊണ്ട് നമസ്കരിക്കുകയും, ഇപ്പോൾ കുട്ടി മൂത്രമൊഴിച്ച വസ്ത്രമൊക്കെ അവൻ അറിയാതെ ഇട്ട് വന്ന് നമസ്കരിച്ചു പോയി എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള ആളുകൾ ആ നമസ്കാരം എന്ത് ചെയ്യേണ്ടതില്ല? മാറ്റി നമസ്കരിക്കേണ്ടതില്ല. എന്നാൽ നമ്മൾ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വസ്ത്രത്തിൽ നമ്മളത് കാണുകയും നമ്മളത് അറിയുകയും ചെയ്യുകയാണ് എങ്കിൽ എന്തു ചെയ്യണം? അപ്പോൾ നീക്കാൻ കഴിയുന്നതാണ് എങ്കിൽ അവിടെ നിന്നുകൊണ്ട് തന്നെ വലിയ അനക്കങ്ങൾ ഇല്ലാതെ നീക്കാൻ കഴിയുന്നതാണ് എങ്കിൽ നീക്കാവുന്നതാണ്. നമ്മൾ ഷോൾഡറിലിട്ടിരിക്കുന്ന തുണിയിൽ അങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളിലാണ് ഒരു നജസ് കാണുന്നത് എങ്കിൽ അത് മാറ്റിയിട്ട് നമസ്കാരം തുടരാവുന്നതാണ്. ഇത് പറയാനുള്ള കാരണം, തെളിവില്ലാതെ പറയാൻ കഴിയില്ലല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരന്മാരുമായി നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ചെരുപ്പ് അഴിച്ചു മാറ്റി വെച്ചു നമസ്കാരത്തിനിടയിൽ. ഇത് കണ്ട സ്വഹാബിമാർ അവരുടെയും ചെരുപ്പുകൾ അഴിച്ച് സൈഡിലേക്ക് മാറ്റിവെച്ചു. നമസ്കാരത്തിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാരോട് ചോദിച്ചു, മാ ഹമലക്കും അലാ ഇൽഖാഇ നിആലിക്കും,
അല്ല, നിങ്ങൾ എന്തിന് ചെരുപ്പ് അഴിച്ചു മാറ്റി വെച്ചത്? എന്തിനാ നിങ്ങളുടെ ചെരുപ്പ് നിങ്ങൾ അഴിച്ചു മാറ്റിയത്? ഖാലു, അപ്പോൾ അവർ പറഞ്ഞത് റഅയ്നാക ഖലഅത നിആലതക, പ്രവാചകരെ അങ്ങയുടെ ചെരുപ്പഴിച്ച് മാറ്റി വെക്കുന്നത് ഞങ്ങൾ കണ്ടു. അപ്പം ഞങ്ങളും വിചാരിച്ചത് ചെരുപ്പഴിച്ച് മാറ്റി വെക്കണം, അതുകൊണ്ടാണ് ഞങ്ങളും എന്ത് ചെയ്തത്, ചെരുപ്പ് അഴിച്ചു മാറ്റി വെച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഞാൻ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ചെരുപ്പിൽ ഒരു നജസ് ഉള്ളതായി മനസ്സിലാക്കുന്നത്, അപ്പോൾ ഞാനത് അഴിച്ചു മാറ്റിയതാണ്. അങ്ങനെയുള്ളത് ഒഴിച്ചാൽ, അതല്ലാത്തതാണ് എങ്കിൽ അത് ശ്രദ്ധയിൽപ്പെടുകയും അത് മാറ്റാൻ കഴിയാത്ത അവസ്ഥയുമാണ് ഉള്ളത് എങ്കിൽ അവൻ ആ നജസ് നീക്കിയതിന് ശേഷം വേണം നമസ്കരിക്കാൻ. മറ്റൊന്ന്, ഷർത്തുകളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടുന്നത്, ഷർത്തുകൾ നിർവഹിക്കുന്നതിന് പുണ്യമുണ്ട്, അതിന് പ്രത്യേക പ്രതിഫലമുണ്ട്. വുളു ചെയ്യുന്നതിന് പ്രതിഫലമുണ്ട്. ഷർത്തുകൾ ഏതൊക്കെയാണ് എന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ പിന്നീട് വിശദീകരിക്കും. അതോടൊപ്പം തന്നെ ഷർത്ത് മനഃപൂർവ്വം ഒരു മനുഷ്യൻ ഉപേക്ഷിച്ചാൽ അതിന് ശിക്ഷയുമുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഷർത്തുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുക. രണ്ടാമത്തത് നമസ്കാരത്തിൻ്റെ റുക്കുനുകളാണ്. റുക്കുൻ എന്ന് പറഞ്ഞാൽ തൂണ് എന്നാണ് അർത്ഥം. അതിലാണ് നമസ്കാരം നിൽക്കുന്നത്. അതില്ല എങ്കിൽ പിന്നെ നമസ്കാരമില്ല. ആ റുക്കുനുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, റുക്കുനുകളെല്ലാം നമസ്കാരത്തിൻ്റെ ഉള്ളിലുള്ളതാണ്. ഷർത്തുകൾ എവിടെ ഉള്ളതാ? നമസ്കാരത്തിന് പുറത്തുള്ളതാണ്. പക്ഷേ റുക്കുനുകളെല്ലാം നമസ്കാരത്തിൻ്റെ ഉള്ളിലുള്ളതാണ്. ഉദാഹരണമായി പറഞ്ഞാൽ റുക്കൂ എന്ന് പറയുന്നത് നമസ്കാരത്തിൻ്റെ ഒരു റുക്കിനാണ്. ഈ റുക്കുനുകളെല്ലാം നിർബന്ധമായും ചെയ്തിരിക്കണം. റുക്കുനുകൾ ആരെങ്കിലും മനഃപൂർവ്വമായി ഉപേക്ഷിച്ചാൽ അവൻ്റെ നമസ്കാരം ബാത്തിലായി. ഒരാൾ ഞാൻ റുക്കൂ ചെയ്യുന്നില്ല, അറിയാം റുക്കൂ ഉണ്ട്, സുജൂദ് ഉണ്ട് എന്നൊക്കെ, പക്ഷെ ഞാൻ റുക്കൂ ചെയ്യുന്നില്ല എന്ന് ഒരാൾ തീരുമാനിച്ച് റുക്കൂ അങ്ങ് ഒഴിവാക്കിയാൽ അവൻ്റെ നമസ്കാരം ബാത്തിലായി പോകും. ഇനി ഏതെങ്കിലും ഒരു റുക്കിന് മറന്നുപോയാലോ? റുക്കൂ മറന്നുപോയാൽ, റുക്കൂ എന്ന് പറയുന്നത് ഒരു റുക്കിനാണല്ലോ, അത് മറന്നുപോയാൽ എന്താ ചെയ്യേണ്ടത്? ഏത് റക്കായത്തിലെ റുക്കൂ ആണോ നഷ്ടപ്പെട്ടത് ആ റക്കായത്ത് വീണ്ടും നമസ്കരിക്കുകയും സലാം വീട്ടുന്നതിന് മുൻപ് സഹുവിൻ്റെ സുജൂദ് ചെയ്യുകയും വേണം. ഇതാണ് ഇസ്ലാമിൻ്റെ നിയമം. ഇതിങ്ങനെ പറയുന്നത് എന്തിനാണെന്നറിയോ? നമുക്ക് ഏറ്റവും കൂടുതൽ സംശയം വരാറുള്ള സാധനങ്ങൾ ഇതാണ്. പക്ഷെ നമുക്ക് ഒരു സംശയമുള്ളത്, ചില കാര്യങ്ങളൊക്കെ നമ്മുടെ നമസ്കാരത്തിൽ മറന്നു. അതിനെന്താ ചെയ്യേണ്ടത് എന്നറിയില്ല. അതിനാദ്യം മനസ്സിലാക്കേണ്ടത്, അത് ഇതിലേത് ഗണത്തിലാണ് പെടുന്നത്? ഷർത്തിലാണോ, റുക്കുനിലാണോ, അതല്ല വാജിബിലാണോ, സുന്നത്തിലാണോ എന്ന് മനസ്സിലാക്കലാണ്. അതുകൊണ്ട് അത് കൃത്യമായി പഠിക്കണം. അതിൻ്റെ നിയമമാണ് ഇപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ സൂചിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി മറ്റൊന്നതിൽ ഷർത്തുകളെല്ലാം നിർബന്ധമായും ചെയ്യണമെന്ന് പറഞ്ഞു, റുക്കുനുകളെല്ലാം നിർബന്ധമായും ചെയ്യണമെന്ന് പറഞ്ഞു. റുക്കിന് ചെയ്യുന്നതിന് പ്രതിഫലമുണ്ട്, അത് ഒഴിവാക്കുന്നതിന് ശിക്ഷയുമുണ്ട്. ഈ 5 കാര്യങ്ങൾ റുക്കുനുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. മൂന്നാമത്തത് നമസ്കാരത്തിലെ വാജിബുകളാണ്. നമുക്ക് സംശയം വരും, റുക്കുനും വാജിബും, വാജിബ് എന്ന് പറഞ്ഞാൽ നിർബന്ധമായ കാര്യങ്ങൾ എന്ന് തന്നെയാണ്. റുക്കുനും വാജിബും വേറെയാണ്, അതിൻ്റെ നിയമങ്ങളും വേറെയാണ്. വാജിബ് അത് നിർവഹിക്കൽ നിർബന്ധമാണ്. നമ്മുടെ നമസ്കാരത്തിൽ നിർവഹിക്കൽ നിർബന്ധമായ കാര്യം തന്നെയാണ് എന്ത്? വാജിബ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, സുജൂദിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന സുബ്ഹാന റബ്ബിയൽ അഅല, അത് നമസ്കാരത്തിലെ വാജിബിൽ പെട്ടതാണ്. റുക്കിനുമല്ല, ഷർത്തുമല്ല, അത് നമസ്കാരത്തിലെ വാജിബാണ്. അത് ചെയ്താൽ നമുക്ക് പ്രതിഫലമുണ്ട്, അത് ഒഴിവാക്കിയാൽ അതിന് ശിക്ഷയുമുണ്ട്. ഇനി വാജിബായ ഒരു കാര്യം ഏതെങ്കിലും ഒരു മനുഷ്യൻ ബോധപൂർവം ഒഴിവാക്കുകയാണ് എങ്കിൽ അവൻ്റെ നമസ്കാരം ബാത്തിലാവും. ബോധപൂർവം അറിഞ്ഞുകൊണ്ട് ഇത് വാജിബാണ് എന്നും ചൊല്ലേണ്ടതാണ് എന്നും ഉള്ള കാര്യം അവൻ ബോധപൂർവം ഉപേക്ഷിക്കുകയാണ് എങ്കിൽ അത് അവൻ്റെ നമസ്കാരം ബാത്തിലാകുന്നതാണ്. എന്നാൽ മറന്നുപോയാലോ? ഒരാൾ സുജൂദിൽ ചൊല്ലേണ്ടുന്ന പ്രാർത്ഥന ചൊല്ലിയില്ല, ആ നമസ്കാരം വീണ്ടും നിർവഹിക്കേണ്ടതുണ്ടോ? അല്ലെങ്കിൽ ആ റക്അത്ത് വീണ്ടും നിർവഹിക്കണോ? വേണ്ട. അവൻ എന്ത് ചെയ്താൽ മതി? സലാം വീട്ടുന്നതിന് മുൻപ് മറവിയുടെ സുജൂദ് ചെയ്താൽ മാത്രം മതി, സഹുവിൻ്റെ സുജൂദ് ചെയ്താൽ മാത്രം മതി. വാജിബിൻ്റെ കാര്യത്തിലുള്ള നിയമം അതാണ്. ഇനി അവസാനത്തേത് സുന്നത്തുകളാണ്. സുന്നത്തുകൾ നമുക്കറിയുന്നത് പോലെ തന്നെ നമ്മൾ മനസ്സിലാക്കി വെച്ചതാണ്. അത് ചെയ്താൽ അതിന് പ്രതിഫലമുള്ളതാണ്. എന്നാൽ ഉപേക്ഷിച്ചാലോ അതിന് ശിക്ഷയില്ല. ഒരു മനുഷ്യൻ ഒരു സുന്നത്ത് നമസ്കാരത്തിലേത്
ഒഴിവാക്കിയാൽ, അവൻ ഉപേക്ഷിച്ചാൽ അതിന് ശിക്ഷയില്ല, പക്ഷെ ചെയ്താൽ പ്രതിഫലമുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ നമസ്കാരത്തിലെ പ്രാരംഭ പ്രാർത്ഥന, 2 തരത്തിലുള്ള പ്രാർത്ഥനകളാണ്. ഇൻഷാ അല്ലാഹ് നമ്മളതൊക്കെ പിന്നീട് വിശദീകരിക്കുന്നതാണ്. അത് ഒരു മനുഷ്യൻ ഒഴിവാക്കി കഴിഞ്ഞാൽ അവന് ശിക്ഷയില്ല, എന്നാൽ ചെയ്യുന്നതിന് അവന് പ്രതിഫലമുണ്ട്. ഇനി അവനത് ബോധപൂർവമാണ് ഉപേക്ഷിക്കുന്നതെങ്കിലോ, എങ്കിലും അത് മടക്കി കൊണ്ടുവരേണ്ടതില്ല. സഹുവിൻ്റെ സുജൂദ് ചെയ്യണോ? സഹുവിൻ്റെ സുജൂദും ചെയ്യേണ്ടതില്ല. എന്തില്? സുന്നത്തിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇത് 4 നമസ്കാരത്തിൻ്റെ ഈ 4 ഭാഗങ്ങളും നമ്മൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. അതിൻ്റെ ഹുക്കും എന്താണ് എന്നും ഓർത്തു വെക്കുക. ഷർത്ത് പറഞ്ഞപ്പോൾ നമുക്ക് ഏകദേശം ഇത് മനസ്സിലാക്കി വെക്കാൻ എളുപ്പമാണ് എന്ന് തോന്നി. പക്ഷേ റുക്നിലേക്കും വാജിബിലേക്കും സുന്നത്തിലേക്കും വന്നപ്പോഴാണ് നമുക്ക് സംശയമുണ്ടായത്. ഇനി നമുക്കറിയേണ്ടുന്നത് ഇതൊക്കെ ഏതാണ് എന്നാണ്. നമസ്കാരത്തിലെ ഷർത്ത് ഏതാണ്, റുക്കിൻ ഏതാണ്, വാജിബ് ഏതാണ്, സുന്നത്ത് ഏതാണ് എന്നാണ്. ഇൻഷാ അല്ലാഹ് അത് ഓരോന്നും നമ്മൾ ഓരോ ഖുത്ബകളിലായി വിശദീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഷർത്തിൻ്റെയും റുക്കുനിൻ്റെയും വാജിബിൻ്റെയും സുന്നത്തിൻ്റെയും ഹുക്കും എന്താണ് എന്ന്, അതിൻ്റെ നിയമം എന്താണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന അപാകതകളെ, നമ്മുടെ നമസ്കാരത്തിൽ ഉണ്ടാകുന്ന അപാകതകളെ തിരുത്താനും നമ്മുടെ നമസ്കാരം ശരിയാം വിധത്തിൽ നിർവഹിക്കാനും നമുക്ക് സാധിക്കും. പലപ്പോഴും വസ്വാസം ഉണ്ടാകൽ എപ്പോഴാണ്? നമസ്കാരം കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ ഓർമ്മ വന്നത്. അപ്പോഴാണ് ഞാൻ ഇന്നത് മറന്നുപോയല്ലോ എന്ന് ആലോചിക്കുന്നത്. നമ്മൾ പലരുടെയും അഭിപ്രായങ്ങൾ തേടും. പലരും പല അഭിപ്രായമായിരിക്കും പറയാം. ഓരോരുത്തരും മനസ്സിലാക്കിയതിനനുസരിച്ചായിരിക്കും അവർ നിയമം പറയാം. അപ്പോൾ ഇത് നമസ്കാരത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളാണ്. ഇത് നമ്മൾ മനസ്സിലാക്കുകയും പഠിച്ച് മനഃപ്പാഠമാക്കി വെക്കേണ്ടുന്ന വിവരങ്ങളാണ്. അത് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. റബ്ബ് സുബ്ഹാനഹു വ തആല കൃത്യമായി കാര്യങ്ങളെ മനസ്സിലാക്കി അതിനനുസൃതമായി ആരാധനാ കർമ്മങ്ങളെ സമീപിക്കാനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കി വരുന്ന SIR, അതിൻ്റെ ഫോമിൻ്റെ വിതരണവും അതിൻ്റെ സമർപ്പണവും പൂർത്തിയായിട്ടുണ്ട്. നമ്മളെല്ലാവരും ആ ഫോം കൊടുത്തവരാണ് എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ അതിൽ ചില അപ്ഡേഷനുകൾ വന്നിട്ടുണ്ട്. പുതിയ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുകളുടെ പേര് വിവരങ്ങളും അതിൻ്റെ കാരണവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? അതിൻ്റെ ലിങ്കുകൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. അതിൽ കയറി നമ്മുടെ ജില്ലയും നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസിയും നമ്മുടെ ബൂത്തും ഒക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആരെയൊക്കെയാണ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്, എന്തൊക്കെയാണ് അതിന് കാരണമായി പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. നമ്മളെല്ലാവരും അത് പരിശോധിക്കണം. അതിൽ നമ്മുടെ പേരില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടെ അയൽവാസികളുടെയും അങ്ങനെ നാം അറിയുന്ന ആരൊക്കെയുണ്ടോ അവരുടെ ഒന്നും പേര് ആ ലിസ്റ്റിൽ വന്നിട്ടില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതോടൊപ്പം തന്നെ ഡിസംബർ 19 നമ്മളുള്ളത്. 4 ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ ഡിസംബർ 23 SIRൻ്റെ കരട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ഇതൊക്കെ ഈ ഖുതുബയിൽ തന്നെ സൂചിപ്പിക്കാനുള്ള കാരണം നമ്മളിതൊക്കെ ഗൗരവത്തിൽ മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പോഴും നമ്മൾ ആ ലിസ്റ്റ് പരിശോധിക്കണം. അതിൽ നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മൾ അറിയുന്നവരുടെയും പേരുകൾ വന്നിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെ വന്നിട്ടില്ല എങ്കിൽ പിന്നെ അതിൽ നമുക്ക് ആക്ഷേപം സമർപ്പിക്കാനുള്ള കാര്യങ്ങളുണ്ട്. അതുമായി മുന്നോട്ട് പോകണം. ചിലർക്കെങ്കിലും ഹിയറിങ്ങിന് അപ്പിയർ ചെയ്യേണ്ടി വരും. അവരുടെ രേഖകൾ സമർപ്പിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും 2002 പിന്നീട് ഇപ്പോഴുമുള്ള വോട്ടേഴ്സ് ലിസ്റ്റിൽ
പേരില്ലാത്ത ആളുകളായിരിക്കും അത്തരം നടപടികളിലേക്ക് പോകേണ്ടി വരിക. അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ രേഖകൾ, നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റും പാസ്പോർട്ടും സ്കൂൾ സർട്ടിഫിക്കറ്റ് തുടങ്ങിയുള്ള അവർ നമ്മുടെ പേര് സ്വീകരിക്കാൻ പ്രാപ്തമായ രേഖകൾ നമ്മൾ നേരത്തെ തന്നെ ഒരുക്കി വെക്കണം. ആരുടെയെങ്കിലും പേര് ആ ലിസ്റ്റിൽ വന്നിട്ടില്ല എങ്കിൽ പുതിയ ആളായി പേര് ചേർക്കാൻ ഫോം 6 ആണ് നമ്മൾ സമർപ്പിക്കേണ്ടുന്നത്. അപ്പോൾ വിദേശത്തുള്ള ആളുകളുണ്ടാവും, പ്രവാസികളായ ആളുകളുണ്ടാവും. അവർ ഫോം 6A എന്ന അപേക്ഷാ ഫോറത്തിൽ ഇവിടെയുള്ള നാട്ടിലുള്ള ആളുകൾക്ക് അവർക്ക് വേണ്ടി എന്ത് ചെയ്യാം, അപേക്ഷ സമർപ്പിക്കാനും കഴിയും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൃത്യമായി അറിഞ്ഞു വെക്കുകയും അത് അന്വേഷിക്കുകയും നമ്മളതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയും നമുക്ക് ബോധ്യമാവും തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുകയും ചെയ്യേണ്ടതാണ്. ഇത് വീണ്ടും ഒരു ഖുത്ബയിൽ ഗൗരവത്തിൽ സൂചിപ്പിക്കാനുള്ള കാരണം കേവലം ഒരു വോട്ടിൻ്റെ കാര്യമല്ല ഇത് എന്ന പൂർണ്ണ ബോധ്യം നമുക്കുണ്ടാകണം എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ ജാഗ്രത പുലർത്താൻ നമ്മൾ ശ്രമിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാതെയുമുള്ള തെറ്റുകുറ്റങ്ങൾ നാഥൻ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മളിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, നമ്മുടെ പള്ളിയിൽ സ്ഥിരമായി വരുന്ന നമ്മുടെ പള്ളിയുടെ കാർമ്മികത്വത്തിലുള്ള നസീർ സാഹിബ്, അദ്ദേഹം രോഗത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ രോഗം പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആരോഗ്യത്തോടുകൂടി കുടുംബത്തിലും പ്രവർത്തനങ്ങളിലും സജീവമാകാനുള്ള തൗഫീക്ക് നാഥൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ അയൽപക്കങ്ങളിലും സൗഹൃദ വലയങ്ങളിലുമൊക്കെയുണ്ട്. അള്ളാഹു അവരുടെ എല്ലാം രോഗങ്ങളെ പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ മരണപ്പെട്ടു പോയ ആളുകൾ, അവരുടെ ഖബറുകളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അതിൽ മാതാപിതാക്കൾ, മക്കൾ, സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ എല്ലാവരും ഉൾപ്പെടുന്നതാണ്. അവരുടെ എല്ലാം ഖബറുകളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ പാപങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത് റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, اللهم أجرنا وأجر والدينا من النار. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم